മൺട്രോത്തുരുത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും പറ്റിയതാണ്. അധികം എക്സ്പെൻസീവ് അല്ലാതെ ബൈ ട്രെയിനും വരാം, അല്ലെങ്കിൽ ബസ് ഉണ്ട്. ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിൽ, ഞാൻ ട്രിവാൻഡ്രത്താണ് ഉദ്ദേശിച്ചത്. ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിലും കൊല്ലത്തു നിന്നാണെങ്കിൽ പിന്നെ തൊട്ടടുത്താണ്, വരാനുള്ള സൗകര്യമുണ്ട്. അപ്പം മെയിനായിട്ട് ഇവിടെ നല്ല ഫുഡ്, സീ ഫുഡ് ഉണ്ട്, കരിമീൻ അങ്ങനത്തെയൊക്കെ ഫുഡൊക്കെ നല്ല രീതിയിലുണ്ട്. ചെറിയ രീതിയിൽ ഒരു പാർട്ടി ബേസിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടിയൊക്കെ നടത്താവുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ബോട്ടിങ്, അതാണ് പ്യുവർ നേച്ചറാണ്. ഭയങ്കര ഭംഗിയുള്ള നല്ല വ്യൂ പോയിന്റ്സ്, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. കണ്ടൽ ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. കണ്ടലിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഗ്രീനറിയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു സാറ്റർഡേ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സൺഡേ തിരിച്ചു പോരാം. അപ്പം എനിക്ക് കുഞ്ഞൊരു ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു, ഇപ്പം അത് ഓൾമോസ്റ്റ് ഡെഡ് എന്നുള്ള പോലെയാണ്. ഡ്യൂ ഡ്രോപ്പ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ലൈവാക്കി എടുക്കാൻ പോവുകയാണ്. ഗ്രൂപ്പുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൺഡേ, ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് സെക്കൻഡ് സാറ്റർഡേ. അപ്പം നമ്മൾ സാറ്റർഡേ ഇവിടെ എത്തുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ ഫുഡൊക്കെ ഇവിടെ തന്നെ നമുക്ക് ഓർഡർ കൊടുത്തേ പറ്റൂ, കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല. സോ 3 ടൈം ഫുഡും നമ്മളിവിടെ തന്നെ പറയും. പിന്നെ ഒരു ബോട്ടിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ചില്ലിങ് ആ രീതിയിൽ. അപ്പോൾ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 10-15 പേരുടെ ഗ്രൂപ്പൊക്കെ. ഇവിടുത്തെ അക്കോമഡേഷൻ ഹോം സ്റ്റേ ആണ്, മാംഗ്രൂവ് ആണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് മാംഗ്രൂവ് ആണ്, ഹോം സ്റ്റേ ആണ്. അപ്പോൾ ഒരുവിധം ഒരു ബേസ് കാറ്റഗറി റൂംസ് ആണുള്ളത്, എന്നാലും കംഫർട്ടബിൾ ആണ്. അപ്പോൾ വരേണ്ടവർക്ക് സുഖമായിട്ട് വരാം. നല്ല രസമുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്.